لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. സൂറത്തുൽ ബഖറയിലെ 44-ാമത്തെ ആയത്താണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേലുകാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്, അതഅമുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ അഫലാ തഅഖിലൂൻ. ഇതിനു മുൻപുള്ള ആയത്തുകളിൽ അവരോട് അള്ളാഹു അവർക്ക് ചെയ്തു നൽകിയ അനുഗ്രഹങ്ങൾ ഓർക്കാനും അള്ളാഹു അവതരിപ്പിച്ച ദീനിൽ വിശ്വസിക്കാനും അതിനെ നിഷേധിക്കരുത് എന്നും അതുപോലെ തന്നെ നിസ്കാരം നിലനിർത്താനും സകാത്ത് നൽകാനും മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും ഒക്കെയാണ് അള്ളാഹു അവരോട് പറഞ്ഞത്. എന്നാൽ അവരിൽ പലരും അത് സ്വീകരിക്കുന്നില്ല. പ്രത്യേകിച്ചും അവരിലെ പുരോഹിതന്മാർ ഈ കാര്യങ്ങളെല്ലാം ബോധ്യമുണ്ടായിട്ടും അവർ സ്വീകരിക്കുന്നില്ല. അവരോടാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങളെ ഉണർത്തിക്കൊണ്ട് ചോദിക്കുന്നത്, അതഅമുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ അഫലാ തഅഖിലൂൻ. അതഅമുറൂന, തഅമുറൂൻ ഫിഅൽ മുദാരിഅൻ ലാ തഅമുറൂൻ മാദിയത അമറ അമറ യഅമുറു തഅമുറു തഅമുറൂന. തഅമുറൂൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നിങ്ങൾ കൽപ്പിക്കുന്നു. അതഅമുറൂൻ നിങ്ങൾ കൽപ്പിക്കുകയാണോ? അല്ലെ, ഇസ്തിഫാമാണ്. അത് ഇസ്തിഫാം എന്നാണ് പറയാം. ഇസ്തിഫാം ചോദ്യരൂപമാണ്. ഈ ഹംസ മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏത് വാക്കും നമുക്ക് ചോദ്യത്തിലേക്ക് മാറ്റാം. ഹാദാ കിതാബുൻ അഹാദാ കിതാബുൻ, ഇത് കിതാബാണ്. എൻ്റെ തൊട്ട് മുൻപ് ഹംസ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചോദ്യമായി. അഹാദാ കിതാബുൻ, ഇത് കിതാബാണോ എന്നായി. ഇങ്ങനെ എന്ത് വേണമെങ്കിലും ഈ ഹംസത്തുൽ ഇസ്തിഫാം മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു ചോദ്യ രൂപത്തിലേക്ക് മാറ്റാം. ദഹബ മുഹമ്മദുൻ, അങ്ങനെ ചോദ്യമൊക്കെ. ദഹബ മുഹമ്മദുൻ, മുഹമ്മദ് പോയോ എന്നായി. അതേപോലെ അതഅമുറൂൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൽപ്പിക്കുകയാണോ, ചോദ്യമാണ്, ചോദ്യത്തിൻ്റെ രൂപമാണ്. ഇതിന് ഇസ്തിഫാമുൻ ഇൻകാരി എന്നാണ് പറയുക. ഈ ചോദ്യത്തിന് ഉത്തരം ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് ആക്ഷേപത്തിൻ്റെ ചോദ്യമാണിത്. ആക്ഷേപാർത്ഥത്തിലുള്ള ചോദ്യമാണ്. ഇംഗ്ലീഷ് എന്താ പറയുക, റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുക. ഉത്തരം പ്രതീക്ഷിക്കപ്പെടാത്ത ചോദ്യമാണത്. തഅമുറൂൻ, നിങ്ങൾ കൽപ്പിക്കുകയാണ്. അപ്പോൾ ഇതിന് ഉത്തരം പ്രതീക്ഷിക്കുന്നില്ല, ഞങ്ങൾ കൽപ്പിക്കുകയാണ് എന്ന ഉത്തരം അതിന് പ്രതീക്ഷയില്ല. മറിച്ച് ഈ ചോദ്യം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. തഅമുറൂന അന്നാസ, തഅമുറൂന അന്നാസ്, തഅമുറൂൻ നിങ്ങൾ കൽപ്പിക്കുക. ആരാണ് ഇവിടെ ഉദ്ദേശം? വേദക്കാരാണ് അവിടുത്തെ പ്രധാന ഉദ്ദേശം, ബനു ഇസ്രായേലുകാർ. അതിൽ തന്നെ യഹൂദരാണ് ഇവിടെ പ്രധാനമായും ഉദ്ദേശം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മദീനയിൽ ഉണ്ടായിരുന്ന അഹ്ൽ കിതാബുകാരിലെ പ്രഥമ സംബോധിതർ വേദക്കാരാണ്, യഹൂദരാണ്. തഅമുറൂൻ നിങ്ങൾ കൽപ്പിക്കുകയാണോ? തഅമുറൂന അന്നാസ, അന്നാസ എന്ന് പറയാൻ കാരണം എന്താ? സീന് ഫത്ത് വരാൻ കാരണം മഫ്ഊലാണത്, അല്ലേ? നിങ്ങൾ ജനങ്ങളോട് കൽപ്പിക്കുകയാണോ? അപ്പോൾ ഫാഇലാര്? യഹൂദരാണ്. തഅമുറൂൻ നിങ്ങൾ കൽപ്പിക്കുകയാണോ? അന്നാസ ജനങ്ങളോട് നിങ്ങൾ കൽപ്പിക്കുകയാണോ? അതഅമുറൂന അന്നാസ ബിൽ ബിർരി, ബിൽ ബിർരി അമറ ബിൽ ബിർ, അമറ ബിൽ ഇസ്ലാം, അമറ ബിൽ തൗഹീദ്. എന്താർത്ഥം? അമറ കൽപ്പിച്ചു, അമറ ബിൽ തൗഹീദ്, തൗഹീദ് കൊണ്ട് കൽപ്പിച്ചു, അതായത് തൗഹീദ് പാലിക്കാൻ കൽപ്പിച്ചു. അതഅമുറൂന അന്നാസ ബിൽ ബിർരി, നിങ്ങൾ ജനങ്ങളോട് ബിർറ് കൽപ്പിക്കുകയാണോ? ബിർ എന്ന് പറഞ്ഞാൽ നന്മ. അറബിയിൽ ബിർ എന്ന വാക്ക് എല്ലാ നന്മകളെയും ഉൾക്കൊള്ളാവുന്ന വിശാലമായ പദമാണ്. കലിമത്തുൻ ജാമിഅത്തുൻ ലിഖിസാലിൽ ഖൈരി കുല്ലിഹ്, എല്ലാ നന്മകളെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായ പദമാണ് അൽ ബിർ എന്നത്. ഖുർആൻ സൂറത്തുൽ ബഖറയിൽ തന്നെ ബിർ എന്ന വാക്ക് ആവർത്തിച്ചിട്ടുണ്ട്. എവിടെ വന്നിട്ടുള്ള? സൂറത്തുൽ ബഖറയിലുണ്ട്. ഈമാൻ കാര്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞിട്ട് എവിടെയല്ലേ? ഈമാൻ കാര്യങ്ങൾ പറയുന്ന ആയത്തേതാ? നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആയത്താണ്. ലൈസ
ലൈസൽ ബർ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലാകിന്നൽ ബർറ മൻ ആമന ബില്ലാഹ് എന്ന് തുടങ്ങുന്ന ആയത്ത്. ബിർ എന്നാൽ നന്മ, എന്നാൽ പുണ്യം, എന്നാൽ നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുക എന്നതല്ല, മറിച്ച് വിശ്വാസം ഉണ്ടാവുക എന്നതാണ്. എന്നിട്ട് നിങ്ങൾ മുഖം തിരിക്കുക എന്നുള്ളതാണ്. അവിടെ ബിർ എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബിർ എന്താണെന്ന് വിശദീകരിക്കവേ നിങ്ങൾ വീടിൻ്റെ പിറകുവശത്ത് കൂടെ കയറുന്നതിലോ മുൻവശത്ത് കൂടെ കയറുന്നതിലോ അല്ല ബിറുള്ളത്. ലൈസൽ ബിർറ അൻ തഅതുൽ ബുയൂത മിൻ ളുഹൂരിഹാ വലാകിന്നൽ ബിർറ മൻ ഇത്തഖ വഅതുൽ ബുയൂത മിൻ അബ്വാബിഹാ വത്തഖുല്ലാഹ് എന്ന് തുടങ്ങുന്ന ആയത്ത്. ഇപ്പോൾ ബിർ എന്താണ് എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. ബിർ എന്നാൽ എന്ന് പറഞ്ഞതുപോലെ കലിമത്തുൻ ജാമിഅ ലിഖിസാലിൽ ഖൈരി കുല്ലിഹി, എല്ലാ നന്മകളെയും ഒരുമിപ്പിക്കാവുന്ന വാക്കാണ് ബിർ എന്നത്. ബിർ നന്മ. അള്ളാഹുവിൻ്റെ പേരിൽപ്പെട്ടതാണ് അൽ ബർ. അൽ ബർ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം നന്മ കൊണ്ട് നിറഞ്ഞവൻ, അത്രയധികം നന്മയുള്ളവൻ, അവനാണ് അൽ ബർ. അൽ ബിർ എന്ന് പറഞ്ഞാൽ നന്മയാണ്. അൽ ബർ എന്ന് പറഞ്ഞാൽ നന്മ അങ്ങേയറ്റം ചെയ്യുന്നവനാണ്. ബുർ എന്ന് പറഞ്ഞാലോ അപ്പോൾ 3 അക്ഷരത്തിന് 3 പേരുണ്ട് അതിന്. ബർ, ബിർ, ബുർ. ബുർദാന്യത്തിനൊക്കെ പറയുന്നത്. അള്ളാഹു പറയാൻ അതഅമുറൂന അന്നാസ ബിൽ ബിർ, നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയാണോ? വതൻസൗന അൻഫുസകും, വതൻസൗന ഏതിലേക്കാണ് ഇദാഫത്തുള്ള അത്ഫുള്ളത്? ഏതിലേക്കാ? വതൻസൗന, വാവ് ഏതിലേക്കാ? അതഅമുറൂന അന്നാസ ബിൽ ബിർ വതൻസൗന ഐ അതൻസൗന, അതൻസൗന അൻഫുസകും. അവിടെ ഹംസ ഉണ്ട്. വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? വാവ് വന്നുകൊണ്ടാണ്. വാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വാവ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ. നമ്മൾ ആൻഡ് എന്ന വാക്ക് എന്തിനാണ് പൊതുവെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക? ഒരേ കാര്യം പിന്നെയും പിന്നെയും പറയാതിരിക്കാനാണ്. ജാ സെയ്ദുൻ, ജാ മുഹമ്മദുൻ. നമുക്ക് എന്ത് ചെയ്യുക? ഈ ജാ 2 തവണ ആവർത്തിക്കുന്നത് ഒരൊറ്റ വാവ് കൊണ്ട് ഇല്ലാതെയാക്കാം. ജാ സെയ്ദുൻ വ മുഹമ്മദുൻ. അപ്പം എന്താ അർത്ഥം? സെയ്ദും മുഹമ്മദും വന്നു എന്നാണ്. 2 പേരും വന്നിട്ടുണ്ട്. ഈ ജാ കൊണ്ട് ആവർത്തിക്കാതിരിക്കുകയാണ് ഈ വാവ് കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഇസ്തിഫാം ആവശ്യമില്ല. പിന്നെ തഅമുറൂന അന്നാസ ബിൽ ബിർ വതൻസൗന ഐ വഅതൻസൗന, നിങ്ങൾ അതോടൊപ്പം എന്ത് ചെയ്യാൻ? അതൻസൗന, തൻസൗൻ നിങ്ങൾ മറക്കുകയാണോ? നസിയ, ഇൻസ, തൻസ, തൻസൗന, തൻസൗന നിങ്ങൾ മറക്കുകയാണോ? വതൻസൗന സലാം റഹ്മത്തുള്ളാഹി വതൻസൗന അൻഫുസകും, വതൻസൗന അൻഫുസകും. അൻഫുസ് ജംഉ നഫ്സ്. നഫ്സ് എന്ന് പറഞ്ഞാൽ സ്വന്തം. ഒരാൾക്ക് അയാളുടെ സ്വന്തത്തിന് നഫ്സ് എന്നറിയും. സലാം റഹ്മത്തുള്ളാഹി. വതൻസൗന അൻഫുസ, അൻഫുസ് സ്വന്തങ്ങളെ. ആരുടെ സ്വന്തങ്ങളെ? അൻഫുസകും നിങ്ങളുടെ സ്വന്തങ്ങളെ നിങ്ങൾ മറക്കുകയുമാണോ? ഇവിടെ നസിയ എന്ന പദം, നിസിയാൻ എന്ന പദം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം മറവിയല്ല. ഇൻഷാ അല്ലാഹ് തഫ്സീറിൽ നമുക്ക് വീണ്ടും ആവർത്തിക്കാം. വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ്. വഅൻതും നിങ്ങളാകട്ടെ. ഇവിടെ ഇത് ഹാൽ എന്നാണ് പറയുക ജുംലക്ക്. ജുംല ഹാലിൻ്റെ അവസ്ഥയിലാണ്. ഹാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്ന അവസ്ഥയിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ വഅൻതും തത്ലൂനൽ കിതാബ്, നിങ്ങൾ വഅൻതും നിങ്ങൾ തത്ലൂന, തത്ലൂൻ അതാ തല യത്ലു തത്ലു, തത്ലൂന, തത്ലൂന എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിലാവത്ത് കേട്ടില്ല നമ്മൾ. തത്ലൂന നിങ്ങൾ പാരായണം ചെയ്യുന്നു. വതത്ലൂനൽ കിതാബ് നിങ്ങൾ കിതാബ് പാരായണം ചെയ്യുന്നു. ഏതാ കിതാബ്? തൗറാത്താണ് ഉദ്ദേശം. ചിലർ പറഞ്ഞു എല്ലാ കിതാബുമാണ്. അല്ലാഹു അഅലം കൂടുതൽ അവിടെ പ്രകടമായി തോന്നുന്നത് തൗറാത്താണ് എന്നാണ്. വതത്ലൂനൽ കിതാബ നിങ്ങൾ കിതാബ് പാരായണം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ കിതാബ് പാരായണം ചെയ്യുന്നവരായിരിക്കെ നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും സ്വന്തം കാര്യത്തിൽ നിങ്ങളത് മറക്കുകയുമാണ്. അതാണ് അതിൻ്റെ അർത്ഥം.
ശരി പറഞ്ഞേ, അതാണ് ഹാൽ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും സ്വന്തം കാര്യത്തിൽ അത് മറക്കുകയും ചെയ്യുന്നു. എങ്ങനെയായിരിക്കെ? നിങ്ങൾ കിതാബ് പാരായണം ചെയ്തുകൊണ്ടിരിക്കെ, അത് വായിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് അതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ അത് കൂടുതൽ മോശമാണ്. ഒരാൾ നന്മ കൽപ്പിക്കുകയും അത് സ്വന്തം ജീവിതത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു, അതോടൊപ്പം നിങ്ങൾ കിതാബ് കൂടി പറയുന്നത്. കിതാബിൻ്റെ പ്രത്യേകത എന്താ? ആ കിതാബ് നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ നന്മ കൊണ്ടുവരാനും അതോടൊപ്പം മറ്റുള്ളവരോട് കൽപ്പിക്കാനും. ആ കിതാബിൽ അത് പറയുന്നുണ്ട്. തൗറാത്ത് നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്താ? ജനങ്ങളോട് മാത്രം നന്മ പറഞ്ഞാൽ മതി എന്നാണോ? അല്ല, നിങ്ങളത് ജനങ്ങളോട് പറയുന്നതിനോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കണമെന്ന് തൗറാത്ത് നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങളത് പാരായണം ചെയ്യുകയും ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആളുകളോട് കൽപ്പിക്കുകയും നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ നിങ്ങളത് മറക്കുകയും ചെയ്യുന്നു. അഫലാ തഅഖിലൂൻ, അഫലാ തഅഖിലൂൻ. വീണ്ടും തന്നെ ഇസ്തിഫ്ഹാമാണത്. അഫല, അവിടെ ശരിക്ക് ചിലർ പറഞ്ഞു ഫ അല എന്നാണ്. അപ്പോൾ അല തഅഖിലൂൻ, ലാ തഅഖിലൂൻ, വെറും ലാ തഅഖിലൂൻ എന്നാണ്, നിങ്ങൾ ചിന്തിക്കുന്നില്ല. അല തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? മനസ്സിലായി പറഞ്ഞേ? ചിലർ പറഞ്ഞു അസ്ല് ഫ അല തഅഖിലൂൻ എന്നാണ്. ഉസൈമീൻ അദ്ദേഹം പറഞ്ഞത് ഫ അല തഅഖിലൂൻ എന്നാണ്, പക്ഷെ അത് തിരിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അഫല തഅഖിലൂൻ, അഫല തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ല, ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ? അത് ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ രണ്ട് സ്ഥലത്ത് ചോദ്യമാണ്. അതഅ്മുറൂന അന്നാസ് അഫല തഅഖിലൂൻ, രണ്ട് ചോദ്യമാണ്. ഈ രണ്ട് ചോദ്യവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസ്തിഫ്ഹാം, ഇൻകാരി, ആക്ഷേപ സ്വരത്തിലുള്ള ചോദ്യമാണ്. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം. ഇനി അതിൻ്റെ തഫ്സീറിൽ എന്താ പറയുന്നത്? ما أقبح حالكم وحال علمائكم حين تأمرون الناس بعمل الخيرات وتتركون أنفسكم. ما أقبح, ഈ പ്രയോഗം തഅജ്ജുബിൻ്റെ പ്രയോഗം എന്ന് പറയാം, അത്ഭുതം പ്രകടിപ്പിക്കാനുള്ള പ്രയോഗം. മാ അഖ്ബഹ്, എത്ര മോശമാണ്. മാ അഹ്സൻ എന്നാലോ എത്ര നല്ലതാണ്. അത് നമ്മൾ അജബ് പറയാനാണ്, അത്ഭുതം കാണിക്കാൻ വേണ്ടി പറയുന്നത്. മാ അഖ്ബഹ്, മാ അഖ്ബഹ ഹാലക്കും, ഹാലക്കും നിങ്ങളുടെ അവസ്ഥ എത്ര മോശമാണ്. വഹാല ഉലമാഇക്കും, നിങ്ങളുടെ ഉലമാക്കളുടെ അവസ്ഥയും എത്ര മോശമാണ്. അങ്ങനെ ബനു ഇസ്രായേലുകാരെ, യഹൂദരെ, നിങ്ങളുടെ അവസ്ഥ എത്ര മോശമാണ്, നിങ്ങളുടെ ഉലമാക്കളുടെ അവസ്ഥ എത്ര മോശമാണ്. ഹീന, ഹീന എന്ന വേളയിൽ, ഹീന എന്ന വേളയിൽ, നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന വേള, ഇങ്ങനെ ആയിരിക്കെ നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഹീന തഅ്മുറൂന, തഅ്മുറൂൻ, നിങ്ങൾ കൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു, അന്നാസ ബിഅമലിൽ ഖൈറാത്ത്, ജനങ്ങളോട് നിങ്ങൾ ഖൈറാത്തുകൾ പ്രവർത്തിക്കാൻ കൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു. വതത്റുകൂന അൻഫുസക്കും, വതത്റുകൂന അൻഫുസക്കും, വതത്റുകൂൻ, നിങ്ങൾ ഉപേക്ഷിക്കുന്നു. ശ്രദ്ധിക്കുക, അത് നിസിയാൻ്റെ തഫ്സീറാണ്. തത്റുകൂൻ, ഇവിടെ നസിയ എന്നുള്ളതിൻ്റെ അർത്ഥം തറക്കാനാണ്. നിങ്ങൾ ഉപേക്ഷിക്കുന്നു അൻഫുസക്കും, നിങ്ങളുടെ സ്വന്തം കാര്യം. അപ്പോൾ നിങ്ങളുടെ കാര്യം എത്ര മോശമാണ്. നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ നിങ്ങളത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഫലാ തഅ്മുറൂനഹ ബിൽ ഖൈറിൽ അദീം, ഫലാ തഅ്മുറൂനഹ, ഫലാ തഅ്മുറൂനഹ എന്നാണ് എന്താ അവിടെ ഉദ്ദേശം? അയ്യോ അഹ്സൻത, ഫലാ തഅ്മുറൂന അൻഫുസ്, ഫലാ തഅ്മുറൂന അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തങ്ങളോട് കൽപ്പിക്കില്ല. അൻഫുസഹ എന്ന് പറയാൻ കാരണം എന്താ? അൻഫുസ് എന്നുള്ള ജമഅാണ്, അതിന് പൊതുവെ അന്നസിൻ്റെ പ്രയോഗമാണ് ഉപയോഗിക്കുക. ഫലാ തഅ്മുറൂന ഹ ഐ ഫലാ തഅ്മുറൂന അൻഫുസക്കും, നിങ്ങൾ സ്വന്തങ്ങളോട് കൽപ്പിക്കുന്നില്ല. ബിൽ ഖൈറിൽ അദീം, ഏറ്റവും മഹത്തരമായ ഖൈർ, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു, പക്ഷേ ഏറ്റവും വലിയ നന്മ നിങ്ങൾ സ്വന്തത്തോട് കൽപ്പിക്കുന്നില്ല. അത് ഈ ഏറ്റവും വലിയ നന്മ വഹുവൽ ഇസ്ലാം, ഇസ്ലാം സ്വീകരിക്കുക എന്നതാണത്. വഅൻതും തഖറഊന തൗറാത്ത, നിങ്ങളാകട്ടെ ഖുർആൻ തൗറാത്ത് പാരായണം ചെയ്യുകയും ചെയ്യുന്നു. അല്ലതി ഫീഹാ സിഫാത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം, എൻ്റെ തൗറാത്തിൻ്റെ പ്രത്യേകത അതിൽ ഉണ്ട്. ഫീഹ, അതിലുണ്ട് സിഫാത്തു മുഹമ്മദിൻ, സിഫാത്ത്, സിഫാത്ത് ജംഉ ഇഷ് സിഫത്ത്,
മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ അതിലുണ്ട്. ഏതിലുണ്ട്? തൗറാത്തിലുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളിത് കാണുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ സ്വയം തയ്യാറാകാത്തത്? നിങ്ങൾ ജനങ്ങളോട് നന്മ പറയുകയും ചെയ്യും, ദൈവത്തെ പഠിക്കാനും സൽക്കർമ്മം പ്രവർത്തിക്കാനും ഒക്കെ ജനങ്ങളെ നിങ്ങൾ ഗുണദേശിക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഏറ്റവും വലിയ നന്മയായ ഇസ്ലാം സ്വീകരിക്കാത്തത്? കാരണം ഇത് തൗറാത്തിലുള്ള കാര്യമാണ്. അത് നിങ്ങൾ സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ സ്വന്തം കാര്യത്തിൽ അത് മറന്നു പോകുന്നത്? വജൂബുൽ ഈമാനി ബിഹി, അതുപോലെ വജൂബുൽ ഈമാനി ബിഹി, ബിഹി അല്ല, വജൂബുൽ ഈമാനി ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കൽ നിർബന്ധമാണ് എന്നതും അതിലുണ്ട്. തൗറാത്തിൽ എന്തൊക്കെയുള്ളത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടയാളങ്ങളും അവിടുത്തെ വിശ്വസിക്കുക എന്നത് നിർബന്ധമാണ് എന്നതും അതിലുണ്ട്. ഇത് നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? അത് സ്വീകരിക്കുന്നില്ല. അഫലാ തസ്തഅ്മിലൂന ഉഖൂലകും ഇസ്തിഅ്മാലൻ സഹീഹൻ. അഫലാ തസ്തഅ്മിലൂൻ, നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല. ഇസ്തഅ്മിലൂൻ എന്നാണ് ഉപയോഗിക്കുന്നില്ലേ. തസ്തഅ്മിലൂന ഉഖൂലകും, നിങ്ങളുടെ ബുദ്ധി. ഇസ്തിഅ്മാലൻ സഹീഹൻ, തീരെ ബുദ്ധി ഉപയോഗിക്കുന്നില്ല എന്നാണ് ഈ പറഞ്ഞ ആയത്തിൻ്റെ അർത്ഥം. ഫലാ തഅഖിലൂൻ എന്നൊക്കെ ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞാൽ തീരെ ബുദ്ധി ഇല്ല എന്നാണോ? അല്ല. ഇസ്തിഅ്മാലൻ സഹീഹൻ, എന്താ പറയുക? ശരിയായ ഉപയോഗം നിങ്ങൾ ബുദ്ധി കൊണ്ട് ഉപയോഗിക്കേണ്ട രൂപത്തിൽ ഉപയോഗിക്കുന്നില്ല. അതാണ് ഈ അഫലാ തഅഖിലൂൻ എന്നതിൻ്റെ ഉദ്ദേശം. ഇതാണ് അതിൻ്റെ തഫ്സീറിൽ പറയാനുള്ളത്. അത്തഅ്മുറൂന അന്നാസ്, നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയാണോ? ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ അഹ്ൽ കിതാബുകാരാണ് ഇവിടെ ഈ അഭിസംബോധനയുടെ പുറകിലെ ഉദ്ദേശം. അതിൽ തന്നെയും അവരുടെ ഉലമാക്കളും അവരിൽ അഹ്ബാറുകളും റുഹ്ബാനുകളും പ്രത്യേക ഉദ്ദേശത്തിലുണ്ട്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലൗ ആമന ബി അശറത്തും മിനൽ യഹൂദി ലആമന ബി അൽ യഹൂദ്. യഹൂദരിൽ 10 ആളുകൾ എന്നിൽ വിശ്വസിച്ചാൽ അവർ മുഴുവൻ എന്നിൽ വിശ്വസിക്കുന്നതാണ്. കാരണം അവരുടെ പുരോഹിതന്മാരെയായിരുന്നു ഇവർ പിൻപറ്റിയിരുന്നത്. അപ്പോൾ പുരോഹിതന്മാർ സ്വീകരിക്കാതിരുന്നു എന്നതാണ് മറ്റുള്ളവർ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണമായി നിലകൊണ്ടിരുന്നത്. തഅ്മുറൂന അന്നാസ ബിൽ ബിർ, ബിർ ഞാൻ പറഞ്ഞു ഇസ്മുൻ കലിമത്തുൻ ജാമിഅത്തുൻ ലിഖസാലിൽ ഖൈർ, എല്ലാ നന്മകളെയും ഉൾക്കൊള്ളാവുന്ന അറബിയിലെ വിശാലമായ പദങ്ങളിൽ പെട്ടതാണ് ബിർ എന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അർബഅൂനുൽ ഹദീസ് ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ബിറിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അവിടുന്ന് എന്താ പറഞ്ഞത്? അൽ ബിറു ഹുസ്നുൽ ഖുലുഖ്. അൽപ്പൽ ഹദീസാണ്. അൽ ബിറു ഹുസ്നുൽ ഖുലുഖ്. ബിർ എന്നാൽ നല്ല സ്വഭാവമാണ്. അതായത് നന്മ എന്നാൽ നല്ല സ്വഭാവമാണ്. നല്ല സ്വഭാവം തന്നെ ആരോടൊക്കെ? അവനവനോടും അള്ളാഹുവിനോട് ആദ്യം, റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ സൃഷ്ടികളോട് അവനവനോട് തന്നെയും. നന്മ എന്ന് പറഞ്ഞാൽ അൽ ബിറു ഹുസ്നു അൽ ഖുലുഖ്. അൽ ബിറു ഹുസ്നുൽ ഖുലുഖ് വൽ ഇസ്മു മാ ഹാക ഫി സദ്രിക വകരിഹ്ത അൻ യത്തലിഅ അലൈഹി الناس. അതിൻ്റെ നേർവിപരീതം തിന്മയാണ്. തിന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? മാ ഹാക ഫി സദ്രിക്, നിൻ്റെ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന, വകരിഹ്ത അൻ യത്തലിഅ അലൈഹി الناس, ജനങ്ങൾ കാണുന്നത് നിനക്ക് വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ്. ഓക്കെ, എത്ര ജാമിഅ, എത്ര എളുപ്പമുള്ള വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കൂ. അൽ ബിറു ഹുസ്നുൽ ഖുലുഖ് വൽ ഇസ്മു മാ ഹാക ഫി സദ്രിക വകരിഹ്ത അൻ യത്തലിഅ അലൈഹി الناس. അപ്പോൾ ഹദീസാണ്. ബിർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിശദീകരിച്ച് തന്നിട്ടുണ്ട് എന്താണ് പുണ്യമെന്ന്. ബിർ എന്ന ഈ പദവും മറ്റൊരു പദവും തമ്മിൽ ഖുർആനിൽ പലപ്പോഴും ചേർന്ന് വരാറുണ്ട്. സൂറത്തുൽ ബഖറയിൽ പലതവണയായി ആവർത്തിക്കുന്നു. അതേതാണ് പദം? അഹ്സൻത്, തഖ്വ. എവിടെ ചേർന്ന് വന്നിട്ടുള്ളത്? ഹുജറാത്തിലുണ്ട്. എല്ലാവർക്കും കേട്ടാൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ആയത്താണ്. വതആവനു, അല്ലേ പറഞ്ഞേ? വതആവനു അലൽ അഹ്സൻത്, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. അൽ ബിർറു വത്തഖ്വ, ഇത് രണ്ടും പലപ്പോഴും ചേർന്ന് വരാറുള്ള വാക്കാണ്. അൽ ബിർറു വത്തഖ്വ.
മുൻപ് നമ്മൾ ഏതോ ദർസിൽ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിൽ ചില വാക്കുകളുണ്ട്, ഇദ ഇജ്തമഅത ഇഫ്തറഖത വഇദ ഇഫ്തറഖത ഇജ്തമഅത. ദീനിൽ ചില വാക്കുകളുണ്ട്, ആ വാക്കുകൾ ഒരേ സ്ഥലത്ത് വന്നാൽ അതിന് രണ്ടർത്ഥവും വ്യത്യസ്ത സ്ഥലങ്ങളിൽ വന്നാൽ ഒന്ന് മറ്റൊന്നിനെ ഉൾക്കൊള്ളുന്നതുമായിരിക്കും. ഉദാഹരണത്തിന് ഇസ്ലാം, ഈമാൻ എന്ന പദം പോലെ. ഒരാൾ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും അയാൾ മുസ്ലിമാണ് എന്ന് മാത്രമായി പറഞ്ഞാൽ മുഅ്മിനാണ് എന്നുകൂടി അതിന് ഉദ്ദേശമുണ്ട്. അല്ലാതെ കേവലം ഇസ്ലാം മാത്രം ഉണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. ഒരാൾ മുസ്ലിമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മുഅ്മിനും കൂടിയാണ് എന്നാണ്. ഒരാൾ മുഅ്മിനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുസ്ലിം അല്ല എന്നാണോ? അല്ല, മുസ്ലിം കൂടിയാണ് എന്നതിൻ്റെ ഉള്ളിൽ അടങ്ങുന്നുണ്ട്. ഈ വാക്ക് ഒറ്റയ്ക്ക് പറഞ്ഞു, മുസ്ലിം എന്നത് ഒറ്റയ്ക്ക് പറഞ്ഞാൽ ഈ മുഅ്മിൻ എന്നതിനെ അത് ഉൾക്കൊള്ളും. മുഅ്മിൻ എന്നതിനെ ഒറ്റയ്ക്ക് പറഞ്ഞാൽ മുസ്ലിം എന്നതിനെ അത് ഉൾക്കൊള്ളും. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുത്ത് ഇസ്ലാം മാത്രമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈമാൻ ഇല്ല എന്നാണോ? അല്ല, ഇസ്ലാമിൽ പെട്ടതാണ് ഈമാൻ. അതുപോലെ മൻ ആമന വഅമില സാലിഹൻ, ഈമാൻ സ്വീകരിച്ചു, അതിൻ്റെ അർത്ഥം മുസ്ലിമാ ഉണ്ടാകുന്നതാണ്, വിശ്വാസം മതി എന്നാണ്? അല്ല, ഈമാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം ഇസ്ലാം കൂടിയാണ്. ഈ വാക്ക് ഒറ്റക്ക് വന്നാൽ ഇത് ഇഫ്തറഖത, വാക്ക് ഇഫ്തറാഖ് വേർതിരിഞ്ഞ് രണ്ട് സ്ഥലത്തായി കഴിഞ്ഞാൽ ഇജ്തമഅത, ഇതിൻ്റെ മഅന ഒരുമിക്കും. ഇഫ്തറഖത ഫിൽ ലഫ്ളി ഇജ്തമഅത ഫിൽ മഅന. ലഫ്ള് രണ്ട് സ്ഥലത്തായിട്ട് വേർതിരിഞ്ഞാൽ മഅന രണ്ട് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് വരും. വഇദ ഇജ്തമഅത ഇഫ്തറഖത, എന്നാൽ ഈ രണ്ട് വാക്കും ഒരേ സന്ദർഭത്തിൽ പ്രയോഗിച്ചാൽ രണ്ടിനും വെവ്വേറെ അർത്ഥമായിരിക്കും. ഹദീസ് ജിബ്രീലുള്ളതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചു, പിന്നെ ഈമാനിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ രണ്ടിനും വെവ്വേറെ അർത്ഥം പറഞ്ഞത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അമാൽ ളാഹിറ, ഈമാൻ എന്ന് പറഞ്ഞാൽ അമാൽ ബാത്തിന. ഈമാൻ ഹൃദയത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇസ്ലാം പുറമേക്കുള്ള പ്രവർത്തനങ്ങൾ. സൂറത്തുൽ ഹുജറാത്തിലും അത് വന്നിട്ടുണ്ട്. അറാബികളോട് പറഞ്ഞത് ഖാലത്തിൽ അറാബു ആമന്ന ഖുൽ ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന. നമുക്ക് അവിടെ ഇസ്ലാം, ഈമാൻ എന്നീ രണ്ട് പദങ്ങൾ വേർതിരിച്ചു. അതേപോലെയാണ് അൽ ബിർ വത്തഖ്വ എന്ന പദം. അൽ ബിർ വത്തഖ്വ ഇത് രണ്ടും വേറെ സ്ഥലത്ത് വന്നാൽ ബിർ എന്നത് തഖ്വയെ ഉൾക്കൊള്ളുന്നതാണ്. തഖ്വ എന്നത് ഒറ്റക്ക് വന്നാൽ ബിർ എന്നതിനെ ഉൾക്കൊള്ളുന്നതാണ്. എന്നാൽ ഇത് ഒരേ സ്ഥലത്ത് വന്നാൽ ബിർ എന്നതുകൊണ്ട് ഉദ്ദേശം ഫിഅ്ലു ത്വാആത്ത്, നന്മകൾ പ്രവർത്തിക്കലാണ്. തഖ്വ എന്നതുകൊണ്ട് ഉദ്ദേശം തർക്കുൽ മുഹറമാത്ത്, ഹറാം ഉപേക്ഷിക്കലാണ്. വതആവനു അലൽ ബിർ, നിങ്ങൾ നന്മ പ്രവർത്തിക്കാൻ പരസ്പരം സഹകരിക്കുക. വത്തഖ്വ, തിന്മ ഉപേക്ഷിക്കാൻ പരസ്പരം സഹകരിക്കുക. മനസ്സിലായി പറഞ്ഞേ? നന്മ ബിർ എന്നതും തിന്മ ഉപേക്ഷിക്കുന്നതിന് തഖ്വ എന്നും പറയും. തഖ്വ എന്നത് ഇജ്തിനാബാണ് ഉദ്ദേശം, ബിർ എന്നത് ഫിഅൽ, നന്മ പ്രവർത്തിക്കലാണ് അവിടെ ഉദ്ദേശം. മനസ്സിലായി പറഞ്ഞേ? ബിർ, തഖ്വ എന്നീ രണ്ട് പദങ്ങൾ ഒരുമിച്ച് വന്നാൽ അവർക്ക് ഈ പറഞ്ഞ വേർതിരിവുണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കാൻ ഇത് പറഞ്ഞത്. ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ അതഅമുറൂന അന്നാസ ബിൽ ബിർ, നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയാണ്. എന്താണ് ഇവിടെ ഉദ്ദേശിച്ച നന്മ? ചിലർ പറഞ്ഞു, പല മുഫസ്സിരിങ്ങളുടെ അഭിപ്രായം അതാണ്, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നതിന് പൊതുവെ അവർ തൗറാത്തിലുള്ള നന്മകൾ അവരോട് കൽപ്പിക്കാറുണ്ട്. സൽക്കർമ്മം ചെയ്യണം, ആളുകളെ ഉപദ്രവിക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവെ യഹൂദർ ഉപദേശിക്കാറുണ്ട്. നമ്മളിന്ന് കാണുന്നത് പോലെ മദ്യപിക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഉപദേശിക്കുന്നുണ്ട്. പൊതുവെ ഈ ദീനുകളൊക്കെ, അതായത് ജൂതരുടെ കയ്യിലുള്ള കാര്യമാകട്ടെ നസാറാക്കളുടെ കയ്യിലുള്ള, ഇതിൻ്റെ അസ്ൽ അള്ളാഹുവിൽ നിന്ന് വന്ന ദീനിൻ്റെ അടിത്തറയിൽ നിന്നാണ് എന്നതുകൊണ്ട് തന്നെ പലതിലും അവർക്കും നമുക്കിടയിൽ സാമ്യതകളുണ്ട്. അപ്പോൾ അവർ ഈ പറഞ്ഞ പല നന്മകളും തങ്ങളുടെ അനുയായികളോട് കൽപ്പിക്കാറുണ്ട്. തഅമുറൂന അന്നാസ ബിൽ ബിർ, നിങ്ങൾ ഈ നന്മകളൊക്കെ അവരോട് കൽപ്പിക്കുന്നു. എന്നാൽ എന്ത് ചെയ്യുന്നില്ല? ഇസ്ലാം നിങ്ങൾ കൽപ്പിക്കുന്നില്ല. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കില്ല. ഏറ്റവും വലിയ നന്മ നിങ്ങൾ അതെന്ത് ചെയ്യുന്നില്ല, സ്വീകരിക്കുന്നില്ല. വേറെ ചിലർ പറഞ്ഞു, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ അദ്ദേഹത്തിൻ്റെ ഖൗലതാണ്, അതുപോലെ തന്നെ ഷെയ്ഖ് സാലിഹ് ഫൗസാൻ അദ്ദേഹത്തിനും അഭിപ്രായമത്. അവർ പറഞ്ഞു, ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും നബിയാണെന്ന് പറയും. എന്നാൽ രഹസ്യമായി ചോദിച്ചു കഴിഞ്ഞാൽ, പരസ്യമായിട്ട് പറയില്ല, രഹസ്യമായി നിങ്ങളോട് വന്ന് ചോദിച്ചാൽ തൗറാത്തിനെ കുറിച്ച് വിവരമുണ്ടായിരുന്ന പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണോ എന്ന് ചോദിച്ചാൽ അവരത് അംഗീകരിക്കുമായിരുന്നു. ഷെയ്ഖ് അൽ ഫൗസാൻ അദ്ദേഹം റഹിമഹുല്ലാ, അദ്ദേഹം ഹഫിളഹുല്ലാ, അദ്ദേഹം പറഞ്ഞു,
അതിന് കാരണം പല കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, തൗറാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള അടയാളങ്ങൾ അത്ര വ്യക്തമാണ്, നിഷേധിക്കാൻ പറ്റുന്ന രൂപത്തിലല്ല. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന കാലഘട്ടത്തിൽ വ്യക്തമായ തെളിവുകളുണ്ട്. അപ്പോൾ അവർക്ക് നിഷേധിക്കാൻ സാധിക്കുന്ന വിധത്തിലല്ല തൗറാത്തിലുള്ള തെളിവുകളുള്ളത്. ഇപ്പോൾ അവർ പറയും നബിയാണ്, നിഷേധിക്കാൻ പറ്റുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തേക്ക് ധാരാളം പ്രകടമായ അത്ഭുത കാര്യങ്ങൾ അവിടുത്തെ കൈകളിലൂടെ സംഭവിക്കാറുണ്ടായിരുന്നു. അവർക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ധാരാളം അത്ഭുത സംഭവങ്ങൾ അവിടുത്തേക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ഭക്ഷണം അധികരിപ്പിച്ച സംഭവം, അതുപോലെ തന്നെ അവിടുത്തെ വിരലുകൾക്കിടയിലൂടെ വെള്ളം വന്ന സംഭവം, ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ. അസുഖം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അള്ളാഹുവിൻ്റെ അനുമതിയോടെ ഭേദമാക്കിയത്, മറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്, ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത്, അതുപോലെ തന്നെ സംഭവിക്കുന്നത്, അതുപോലെ ഇവർ നടത്തിയിരുന്ന കുതന്ത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം നൽകപ്പെട്ടത്, ഇങ്ങനെ ഇവർക്ക് നിഷേധിക്കാൻ കഴിയാത്ത വിധത്തിൽ അവിടുന്ന് നബിയാണെന്ന് അറിയിക്കുന്ന തെളിവുകൾ വന്നിരുന്നു. അതുകൊണ്ട് അവരോട് ആരെങ്കിലും രഹസ്യമായി പോയി ചോദ്യം ചെയ്താൽ അവർ പറയുമായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ചില മുഫസ്സിരീങ്ങൾ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അതിന് തെളിവാക്കാവുന്ന സംഭവമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സേവിക്കാറുണ്ടായിരുന്ന ഖാദിമായ ഒരു യഹൂദ കുട്ടിയുടെ അടുത്ത് അവന് രോഗമായപ്പോൾ സന്ദർശിക്കാൻ പോയി. അപ്പോൾ അവൻ മരണത്തിൻ്റെ അവസാന സമയങ്ങളിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് പറഞ്ഞു, മുസ്ലിം ആവാൻ പറഞ്ഞു. ഈ കുട്ടി അവൻ്റെ അടുത്ത് നിൽക്കുന്ന തൻ്റെ പിതാവിനെ നോക്കി സമ്മതത്തിന് വേണ്ടി. അപ്പോൾ ഈ പിതാവ് എന്ത് പറഞ്ഞു? അയാൾ യഹൂദനാണ്. പക്ഷേ അയാൾ പറഞ്ഞു അത്യ അബൽ ഖാസിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാൻ പറഞ്ഞു. ഈ കുട്ടി മുസ്ലിമായി. അവിടുന്ന് ഇറങ്ങിപ്പോരുമ്പോൾ പറഞ്ഞു അൽഹംദുലില്ലാഹില്ലദി അൻഖദഹു മിനന്നാർ, അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങി വരികയും ചെയ്തു. അപ്പോൾ യഹൂദർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന കാര്യം അംഗീകരിച്ചിരുന്നു രഹസ്യമായിട്ട്. അതുപോലെ തന്നെ പല ഹദീസുകൾക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തന്നെ നേർക്കേറെ ചോദിച്ചത്. അവർ നിഷേധിക്കാൻ കഴിയാത്ത വിധത്തിൽ നിന്ന സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശമെന്ന് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു. കസീറിലൊക്കെ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. തഅമുറൂനന്നാസ ബിൽ ബിർ, നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുന്നു, പക്ഷേ നിങ്ങൾ മുസ്ലിം ആവുകയും ചെയ്യുന്നില്ല. നിങ്ങൾ രഹസ്യമായിട്ട് നിങ്ങളടുത്ത് വന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സത്യമാണെന്ന്, പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളത് മറക്കുകയും ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പലരും ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞതായി കാണാം. വതൻസൗന അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ കാര്യം മറക്കുന്നു, വിസ്മരിക്കുന്നു. നിസിയാൻ എന്നത്, മറവി എന്നത് ഖുർആനിൽ രണ്ടർത്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ഒന്ന് അസ്സുഹൂൽ, ഒരു കാര്യം മറന്നു പോവുക, നമ്മളൊക്കെ അറിയുന്ന അർത്ഥം, സാധാരണ അറിയുന്ന അർത്ഥം, മറക്കുക, കാര്യം മറന്നു പോവുക. വതൻസൗന അൻഫുസക്കും എന്ന് ഇവിടെ പറയുന്നത് നിങ്ങൾ അബദ്ധത്തിൽ മറന്നുപോയി എന്നാണ്. മറന്നുപോയി കഴിഞ്ഞാൽ തെറ്റുണ്ടോ? ഇല്ല. റബ്ബന ലാ തുഅഖിദ്ന ഇൻ നസീന ഔ അഖ്തഅന, അല്ലേ? മറന്നുപോയാൽ അതിന് തെറ്റില്ല, ഒരാൾ മറന്നിട്ട് ചെയ്തു കഴിഞ്ഞാൽ. ഇവിടെ ഉദ്ദേശം നിങ്ങളുടെ കാര്യം മറക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ അറിയാതെ മറന്നുപോയി എന്നാണോ? അല്ല. അതാണ് പറഞ്ഞത്. നിസിയാൻ രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന് മറന്നു പോവുക എന്നുള്ളതാണ്. മറന്നുപോയാൽ ഒരാൾക്ക് തെറ്റില്ല. ഇവിടെ ഉദ്ദേശം തഫ്സീറിൽ വന്നതുപോലെ അത്തർക്ക് അൻഅമദ്, ഒരാൾ ബോധപൂർവം ഒരു കാര്യം ഉപേക്ഷിക്കുന്നതിന് നിസ്യാൻ എന്ന് പറയും. ബോധപൂർവം ഒരു കാര്യം ഉപേക്ഷിക്കുന്നതിന് നിസ്യാൻ എന്ന അറബിയിൽ പറയും. ഇവിടെ അതാണ് ഉദ്ദേശം. വതത്റുകൂന അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം ഉപേക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനോട് നിങ്ങൾ കൽപ്പിക്കുന്നില്ല, സ്വന്തത്തോട് നിങ്ങൾ നന്മ കൽപ്പിക്കുന്നില്ല, സ്വന്തത്തെ നിങ്ങൾ വെറുതെ വിട്ടിരിക്കുന്നു. ഇത് മനസ്സിലാക്കുന്നതുകൊണ്ട് വേറെ ഫായ്ദ ഉണ്ട്. ഈ മറവി അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ചേർത്തി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടില്ലേ ഖുർആനിൽ? ഇവിടെ വന്നിട്ടില്ല. ഇന്നാ നസീനാക്കും, അള്ളാഹു പറഞ്ഞു ഇന്നാ നസീനാക്കും, നാം നിങ്ങളെ മറന്നു കളഞ്ഞിരിക്കുന്നു. ആ മറവി ഏതാ? തർക്കാണ്, ഉപേക്ഷമാണ്. തർക്കുഹും ഫിൽ അദാബ്, അവരെ അള്ളാഹു ശിക്ഷയിൽ വിട്ടേച്ചിരിക്കുന്നു.
അവരെ പരിഗണിക്കുന്നതല്ല, ശ്രദ്ധിക്കുന്നതല്ല. ആ നിസ്യാൻ അതാണ്. നസുല്ലാഹ ഫനസിയഹും, നസുല്ലാഹ ഫനസിയഹും, അവർ അള്ളാഹുവിനെ മറന്നു കളഞ്ഞു. ഫനസി, അപ്പോൾ അള്ളാഹുവിനെ മറന്നു കളഞ്ഞു. ഈ മറവി ഏതാ? ഈ മറവി ഉപേക്ഷ എന്ന അർത്ഥത്തിലാണ്. ഇത് അവർ അള്ളാഹുവിൻ്റെ കാര്യത്തെ ബോധപൂർവ്വം വിസ്മരിച്ചു. ഒരു മറന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബോധപൂർവ്വം അല്ലാതെ മറന്നു എന്നാണോ? അല്ല, അത് ഒരിക്കലും ശിക്ഷ കിട്ടുന്ന കാര്യമല്ല. അവർ ബോധപൂർവം അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ഉപേക്ഷിച്ചു. ഫനസിയഹും, അപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? അവരെ ഉപേക്ഷിച്ചു. അവരെ അവൻ ശിക്ഷയിൽ വിടുകയും അവരുടെ കാര്യം തിരിഞ്ഞു നോക്കാതെ അവരെ അവിടെ ശിക്ഷയിൽ തന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. ഇതാണ് ഇവിടെ നസിയാൻ എന്നതുകൊണ്ട് ഉദ്ദേശം. വതൻസൗന അൻഫുസകും എന്നതുകൊണ്ട് ഉദ്ദേശം അതാണ്. നോക്കൂ, ഈ ആയത്ത് തഅമുറൂന അന്നാസ ബിൽബിർ വതൻസൗന അൻഫുസകും, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും മറ്റുള്ളവരുടെ കാര്യത്തിൽ അത് അവരോട് പറയുകയും നിങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ അത് മറക്കുകയും ചെയ്യുന്നു. ഇത് സഹോദരങ്ങളെ വളരെ ഗുരുതരമായ അവസ്ഥയാണ്. ആളുകളോട് പറഞ്ഞു കൊടുക്കുക, അവനവൻ്റെ കാര്യത്തിൽ നന്മകളെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതിരിക്കുക, അവനവൻ പറയുന്ന കാര്യത്തിന് വിരുദ്ധമായി ജീവിക്കുക എന്നത് വളരെ ഗുരുതരമായ തിന്മയിൽപ്പെട്ട അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ കബുറ മഖ്തൻ ഇൻദ അല്ലാഹി അൻ തഖൂലു മാ ലാ തഫഅലൂൻ. മുഅ്മിനീങ്ങളെ, ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ, നിങ്ങൾ എന്തിനാണ് ചെയ്യാത്തത് പറയുന്നത്. കബുറ മഖ്തൻ, മഖ്ത് എന്ന് പറഞ്ഞാൽ തന്നെ കഠിനമായ കോപത്തിനാണ് മഖ്ത് എന്നറിയാം, സാധാരണ ഖദബിനല്ല. കോപം ശക്തമായാലാണ് മഖ്ത് എന്നറിയാം. കബുറ മഖ്തൻ, അള്ളാഹുവിൻ്റെ കഠിനമായ കോപം വലുതായിരിക്കുന്നു, അത്രയധികമുണ്ട്. അൻ തഖൂലു മാ ലാ തഫഅലൂൻ, നിങ്ങൾ പറയാത്തത്, നിങ്ങൾ ചെയ്യാത്തത് പറയുക എന്നത് അള്ളാഹുവിങ്കൽ കഠിനമായ കോപത്തിന് കാരണമാകുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ പറഞ്ഞ അവസ്ഥയിൽ നിന്ന് ധാരാളക്കണക്കിന് ഹദീസുകളിൽ വിലക്കിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും അവനവൻ്റെ കാര്യത്തിൽ അത് മറന്നു പോവുകയും ചെയ്യാനുള്ള. കാരണം ഇൽമിൻ്റെ ഉദ്ദേശം അവനവൻ്റെ ജീവിതത്തിൽ അമലാക്കലാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഅ്താ ബിർറജുലി യൗമൽ ഖിയാമ, ഒരു മനുഷ്യനെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരുന്നതാണ്. ഫയുൽഖാ ഫിന്നാർ, നരകത്തിലേക്ക് വലിച്ചെറിയും. ഈ യുൽഖ എന്നുള്ള ഹദീസിൽ വന്നതിൻ്റെ അർത്ഥം നരകത്തിൽ ഇങ്ങനെ ഇടുകയെന്നല്ല. യുൽഖ എന്നതുകൊണ്ട് ഉദ്ദേശം നമ്മൾ ദൂരേക്കോ മറ്റോ കല്ല് വലിച്ചെറിയില്ലേ, ശക്തിയിൽ അങ്ങനെ എറിയുന്നതിനെ യുൽഖ എന്നറിയുന്നത്, അല്ലാതെ ഇങ്ങനെ ഇടുന്നതിനല്ല യുൽഖ എന്ന് പറയുന്നത്. ഏറിയ ശക്തിയിൽ എറിയുന്നതിനാണ് യുൽഖ എന്ന് പറയുന്നത്. ഇവിടെ നരകത്തിൽ എറിയുന്നതിനെ കുറിച്ച് ഉദ്ദേശിക്കുമ്പോൾ കേവലം ഇങ്ങനെ താഴ്ത്തിക്കിടുന്നതല്ല, മറിച്ച് ശക്തിയിൽ വലിച്ചെറിയാൻ. ഫയുൽഖാ ഫിന്നാർ, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. ഫതൻദലിഖു അഖ്താബു ബത്നിഹി, അങ്ങനെ അവൻ്റെ വയറിൽ നിന്ന് അവൻ്റെ കുടലും മറ്റുമൊക്കെ പുറത്തേക്ക് ചാടുന്നതാണ്. ഫയദൂറു ബിഹ കമാ യദൂറുൽ ഹിമാറു ബിർറഹ, കഴുത പഴയ കാലത്ത് നിങ്ങൾ കണ്ടു മില്ലിലൊക്കെ എന്തായിരുന്നു പറയുക, ആട്ടുകല്ലിൽ ചുറ്റും കഴുത അതിനെ കെട്ടിയിട്ട് തിരിയുന്നത് പോലെ അവൻ തൻ്റെ കുടലുകൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അത് വലിച്ചുകൊണ്ട് അവൻ നടക്കുന്നതല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ശിക്ഷ, ഇതിന് സമാനമായ ശിക്ഷ കിട്ടുന്ന ഒരാളാരാണ്? ആദ്യമായി മക്കയിൽ ശിർക്ക് കൊണ്ടുവന്ന അബ്ദുല്ലാഹ് ബിൻ ലുഹയ്യാണ്. അബ്ദുറഹ്മാൻ ബിൻ ലുഹയ്യ് അൽ ഖുസാഇ. ആദ്യമായി മക്കക്കാർക്കിടയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി ഹദീസിൽ കാണാം, അവ്വലു മൻ ശയ്യബ അസ്സവാഇബ് അബ്ദുറഹ്മാൻ ബിൻ ലുഹയ്യ് അൽ ഖുസാഇ. ആദ്യമായി നരകത്തിൽ നാട്ടക്കുറി മക്കയിലേക്ക് വിഗ്രഹങ്ങൾ കൊണ്ടുവന്നത് ഇയാളാണ്. അവൻ നരകത്തിൽ ഇതേ കോലത്തിൽ നടക്കുന്നത്. അപ്പം അവൻ്റെ ശിക്ഷയോട് സമാനമായ ശിക്ഷയാണ് ഇവർക്ക് പറയപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഫയജ്തമിഉ ഇലൈഹി അഹ്ലുന്നാർ, അവൻ്റെ അടുത്തേക്ക് നരകക്കാരൊക്കെ വന്നെത്തും. ഫയഖൂലൂന, അവർ പറയും, യാ ഫുലാൻ, അല്ലയോ മനുഷ്യ, മാ ലക, എന്താ നിൻ്റെ കാര്യം? അലം തകുൻ തഅമുറു ബിൽ മഅറൂഫ് തൻഹ അനിൽ മുൻകർ, നീ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നല്ലോ.
അപ്പോൾ അയാൾ പറയും ബല, അതെ, തുആമുറു ബിൽ മഅറൂഫി വലാ ആതി, ഞാൻ ആൾക്കാരോട് നന്മ കൽപ്പിക്കാറുണ്ടായിരുന്നു, പക്ഷേ ഞാനത് ചെയ്യാറുണ്ടായിരുന്നില്ല. വഅൻഹ അനിൽ മുൻകരി വആതി, ഞാൻ ആളുകളോട് തിന്മ വിരോധിക്കുകയും എന്നാൽ ഞാനത് പ്രവർത്തിക്കുകയും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, മറർതു ലൈലത ഉസ്രിയ ബി ബിഅഖ്വാമിൻ തുഖറദു ശിഫാഹുഹും ബിമഖാരിദ മിൻ നാർ. ഇസ്രാഇൻ്റെ രാത്രിയിൽ ഞാനൊരു വിഭാഗം ആളുകളുടെ അടുത്തുകൂടെ നടന്നുപോയി. അവരുടെ വായ നരകത്തിലുള്ള കൊളുത്തുകൾ കൊണ്ട് കീറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ജിബ്രീൽ ഈ പറയുന്ന ആൾക്കാർ ഇവരാരാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖുതബാഉ ഉമ്മതിക് الذين يقولون ما لا يفعلون ويقرؤون كتاب الله ولا يعملون به. ഇവർ താങ്കളുടെ ഉമ്മത്തിലെ ഖതീബുമാരാണ്, പ്രാസംഗികരാണ്. الذين يقولون ما لا يفعلون, അവർ പ്രവർത്തിക്കാത്തത് പറയുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. ويقرؤون كتاب الله ولا يعملون به, അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യുകയും അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, മസലുൽ ആലിം അല്ലദി യുഅല്ലിമു الناس الخير ولا يعمل به كمثل السراج يضيء للناس ويحرق نفسه. ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുകയും തൻ്റെ ജീവിതത്തിൽ ഇത് പാലിക്കാതിരിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാരുടെ ഉപമ ഒരു വിളക്കിൻ്റെ ഉപമയാണ്. യുദീഉ ലിന്നാസ്, അവൻ ജനങ്ങൾക്ക് വേണ്ടി കത്തിക്കൊണ്ടിരിക്കുന്നു. വയുഹ്രിഖു നഫ്സഹു, അവൻ്റെ സ്വന്തം ശരീരമാകട്ടെ അവൻ കരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ നന്മ കൽപ്പിക്കുമ്പോൾ അവനവൻ്റെ ജീവിതത്തിൽ ഇത് ഉണ്ടാവുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആളുകളോട് പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. ജനങ്ങളോട് കൽപ്പിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അത് ജീവിതത്തിൽ പാലിക്കാൻ വളരെ പ്രയാസമാണ്. മാത്രമല്ല മുൻഗാമികൾ, കഴിഞ്ഞുപോയ ആളുകൾ, സുബ്ഹാനല്ലാഹ്, അവർ അവരുടെ സ്വന്തത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ചിന്തിച്ചാൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. മുൻഗാമികൾ ചില പറഞ്ഞേക്കാണ്, മാ അറദ്തു അഖ്വാലി അല അഅമാലി ഇല്ലാ റഅയ്തുനി മുകദ്ദിബൻ. എൻ്റെ വാക്കും പ്രവൃത്തിയും ഞാൻ എപ്പോഴെല്ലാം പരസ്പരം ഒത്തുനോക്കിയിട്ടുണ്ട്, അപ്പോഴെല്ലാം ഒരു മുനാഫിക്കായിട്ടല്ലാതെ എനിക്കെന്നെ മനസ്സിലായിട്ടില്ല. കാരണം പറയുന്നതിൽ പലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അത് യഹൂദർക്കാണ് ഈ ആയത്ത് അവതരിച്ചത് എങ്കിലും ബാക്കി എല്ലാവർക്കും ബാധകമാണ്. പ്രത്യേകിച്ച് ദീന് പഠിപ്പിക്കുന്ന ആളുകൾ, ദീന് കൽപ്പിക്കുന്ന ആളുകൾ, അവർക്കിത് കൂടുതൽ ബാധകമാണ്. നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ പോകുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. പരലോകത്ത് മനുഷ്യൻ ചെന്നെത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുൻപിൽ രണ്ടാലൊരു ചോദ്യം ഉണ്ടാവും. നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? ഞാൻ പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ നീ എന്തുകൊണ്ട് പഠിച്ചില്ല എന്നാണ് ചോദ്യം. ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നിട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നീ പഠിച്ചിട്ട് പിന്നെ എന്തുകൊണ്ട് ചെയ്തില്ല എന്നായിരിക്കും ചോദ്യം. രണ്ടാണെങ്കിലും ചോദ്യം കഠിനമാണ്. പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ അവനവൻ്റെ ഇൽമ് അമലാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഇൽമ് അതിനു വേണ്ടിയാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം ധാരാളം കവിതകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ചിലത് ഞാൻ വായിക്കാം. അവിടെ അബുൽ അസ്വദ് അദ്ദുഅലി അദ്ദേഹം പറഞ്ഞു, യാ അയ്യുഹർ റജുലുൽ മുഅല്ലിമു ഗൈറഹു, മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന മനുഷ്യ, മറ്റുള്ളവർക്ക് ദീൻ പഠിച്ചു കൊടുക്കുന്ന വ്യക്തി, അഹല്ലാ ലി നഫ്സിക കാനദ തഅലീമി, ഈ പഠിപ്പിക്കൽ നീ നിൻ്റെ സ്വന്തം നഫ്സിന് കുറച്ച് പഠിപ്പിച്ചു കൊടുത്തുകൂടായിരുന്നോ? ഇബ്ദഅ ബിനഫ്സിക ഫൻഹഹ അൻ ഗയ്യിഹ, നീ ആദ്യം നിൻ്റെ സ്വന്തത്തോട് ഉപദേശിച്ചുകൊണ്ട് തുടങ്ങുക. ഫഇദ ഇൻതഹത അൻഹു ഫഅൻത ഹകീമു, നിൻ്റെ സ്വന്തം നഫ്സ് നീ പറയുന്നത് കേട്ടാൽ നീ ബുദ്ധിയുള്ളവനാണ്. ഈ ആയത്തിൽ പറഞ്ഞ പോലെ ഫലാ തഅഖിലൂൻ, മുഫസ്സിരീങ്ങൾ പറഞ്ഞേക്കണം, മനുഷ്യൻ പറയുന്ന ജീവിതത്തിൽ ഇല്ലെങ്കിൽ അവൻ വിഡ്ഢിയാണ്, വിവരം കെട്ടവനാണ്. പറയുന്ന ജീവിതത്തിലില്ലെങ്കിൽ അവൻ വിഡ്ഢിയാണ്, ബുദ്ധിയില്ലാത്തവനാണ്. അവൻ്റെ അക്കലില്ലാതുള്ളതിൻ്റെ അടയാളമാണ്. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അവൻ പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യം അവൻ്റെ ജീവിതത്തിൽ അവന് പാലിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നബിമാർ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനങ്ങളോട് എന്താ പറഞ്ഞത്? ഷുഐബ് നബിയുടെ വാക്കായി അള്ളാഹു ഖുർആനിൽ അദ്ദേഹം പറഞ്ഞു, വമാ ഉരീദു അൻ ഉഖാലിഫക്കും ഇലാ മാ അൻഹാക്കും അൻഹു, നിങ്ങളോട് വിലക്കുന്ന കാര്യം ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളോട് പാടില്ല എന്ന് പറഞ്ഞാൽ ഞാനും ചെയ്യില്ല. ഇന്നാർക്കും അങ്ങനെ പറയാൻ പറ്റുക? നിങ്ങളോട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നുറപ്പ് പറയാൻ
ആർക്കാ സാധിക്കുക? ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅത് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. ഇത് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള വാക്കാണ്. ഞാൻ ഇസ്ലാഹ് എന്നെക്കൊണ്ട് സാധിക്കുന്നത്ര നന്നാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്, തൗഫീഖ് അള്ളാഹുവിൻ്റെ അടുത്ത് മാത്രമാണ്. ഇബ്നുൽ കസീർ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ മറ്റൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ: ലാ തൻഹ അൻ ഖുലുഖിൻ വതഅതിയ മിസ്ലഹു ആറുൻ അലൈക ഇദാ ഫഅൽത അദീം. ഒരു കാര്യം നീ ജനങ്ങളോട് വിലക്കുകയും നീ തന്നെ അത് ചെയ്യുകയും ചെയ്യരുത്. ആറുൻ അലൈക, അതൊരു വൃത്തികേടാണ്, നിൻ്റെ ശരീരത്തിൽ പറ്റിപ്പിടിക്കുന്ന നജസാണ്. അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ വളരെ വൃത്തികെട്ട ഒരവസ്ഥയിലാണ് നീ എത്തിപ്പെടുന്നത്. അല്ലാഹു കാത്ത് രക്ഷിക്കണം. മുസ്ലിം ഇബ്നു ഉമർ അദ്ദേഹം പറഞ്ഞു: മാ അഖ്ബഹ തസ്യീദ മിൻ വാഇദിൻ യുസഹിദു الناس വലാ യസ്ഹദു. ഒരു ഉപദേശകൻ്റെ കാര്യം ഇത്ര മോശമാണ്, ജനങ്ങളോട് സുഹ്ദ് പറയുന്നു, ജീവിതത്തിൽ വിരക്തി കാണിക്കാൻ, വലാ യസ്ഹദു, അവൻ ജീവിതത്തിൽ യാതൊരു വിരക്തിയില്ല. ലൗ കാന ഫീ തസ്ഹീദിഹി സാദിഖൻ അദ്ഹാ വഅംസാ ബൈതുഹുൽ മസ്ജിദ. അവൻ ആ പറഞ്ഞതിലൊക്കെ സത്യസന്ധനായിരുന്നെങ്കിൽ അവൻ്റെ രാവും പകലും അവൻ്റെ വീട് മസ്ജിദാകുമായിരുന്നു. ആൾക്കാരോട് ഈ പറയുന്നതൊക്കെ അവൻ ജീവിതത്തിൽ പാലിച്ചിരുന്ന അവൻ്റെ വീട് മസ്ജിദാകുമായിരുന്നു. ഇന്ന് റഫദന്നാസു ഫമാ ബാലുഹു, അവൻ ജനങ്ങളോട് പറയുന്നത് അവർ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്താണ് അതിൽ അത്ഭുതമുള്ളത്? യസ്തഫ്തിഹുന്നാസ വയസ്തർഖിദു, അവൻ ജനങ്ങളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു, അവൻ കിടന്നുറങ്ങിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അബൂ ഉസ്മാൻ അൽ ഹൈരി അദ്ദേഹം ഒരിക്കലും മജ്ലിസിൽ വന്നിട്ട് ഇതേപോലെ ജനങ്ങളോട് ഉപദേശിക്കാൻ വേണ്ടി വന്നിരുന്നു. അദ്ദേഹം കുറേ നേരം ഇരുന്നിട്ട് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അവസാനം അദ്ദേഹം പറഞ്ഞു: വഗൈറു തഖിയ്യിൻ യഅ്മുറു الناس ബിത്തുഖ, തഖ്വയില്ലാത്തവനാണ് ജനങ്ങളോട് തഖ്വക്ക് വേണ്ടി ഉപദേശിക്കുന്നത്. തബീബുൻ യുദാവി വത്തബീബു മരീദ്, ഡോക്ടർ ആൾക്കാരെ ചികിത്സിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ ഡോക്ടർക്ക് തന്നെ രോഗമുണ്ട്. വൈദ്യൻ ജനങ്ങളെ ചികിത്സിക്കാൻ നോക്കുന്നു, പക്ഷെ അവൻ തന്നെ രോഗമുണ്ട്, അവൻ തന്നെ രോഗിയാണ്. അബുൽ അതാഹിയ ഒരു പ്രസിദ്ധനായ കവിയാണ്. അദ്ദേഹം പറഞ്ഞു: വസഫ്ത തുഖ ഹത്താ കഅന്നക ദൂ തുഖ, നീ തഖ്വ വിശദീകരിച്ചത് കണ്ടാൽ തോന്നും നീ തഖ്വയുള്ളവനാണ്. വറീഹുൽ ഖതായ മിൻ ശഅനിക തഖ്തഉ, എന്നാൽ തിന്മയുടെ ദുർഗന്ധം നിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വീന്നുകൊണ്ടിരിക്കുക. എനിക്കറിയാം അവസ്ഥ ഉണ്ട്. അല്ലാഹു കാത്ത് രക്ഷിക്കണം. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, ജനങ്ങളെ ഉപദേശിക്കുന്ന മനുഷ്യർ എപ്പോഴും അവനവനിലേക്ക് തിരിഞ്ഞു നോക്കൽ ആവശ്യമാണ്. മാത്രമല്ല, അങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ അവൻ ജനങ്ങളോട് കുറച്ചെങ്കിലും റഹ്മത്തുള്ളവനാകും. കാരണം അവനവൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞവന് മറ്റുള്ളവർ ഉപദേശിക്കുമ്പോൾ ആ പേടി ഉണ്ടാവും, സ്വന്തം അവസ്ഥ അവൻ തിരിച്ചറിയാം. അബൂ ദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇബ്നു കസീർ തന്നെ അദ്ദേഹം എടുത്തു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു: ലാ യഫ്ഖഹു റജുൽ കുല്ലൽ ഫിഖ്ഹി, ഒരു മനുഷ്യൻ അവൻ പണ്ഡിതനായി എന്ന് പറയാൻ സാധിക്കുകയില്ല, അവന് പരിപൂർണ വിവരമെത്തിയെന്ന് പറയാൻ സാധിക്കുകയില്ല. ഹത്താ യംഖുത അന്നാസ ഫീ ദാത്തില്ലാഹ്, ജനങ്ങളെ നോക്കിയിട്ട് അവരുടെ തിന്മകൾ കാണുമ്പോൾ അവരോട് അള്ളാഹുവിൻ്റെ പേരിൽ അവൻ ദേഷ്യം തോന്നും. അങ്ങനെ ആവുന്നത് വരെ കഴിഞ്ഞില്ല. ثم يرجع إلى نفسه فيكون لها أشد مقتا, ആൾക്കാരെ നോക്കുമ്പോൾ അവരെ തിന്മ കാണുമ്പോൾ അവന് ദേഷ്യം തോന്നും അവർ അള്ളാഹുവിൻ്റെ പേരിൽ. എന്നിട്ട് അവൻ സ്വന്തത്തിലേക്ക് നോക്കിയാൽ ജനങ്ങളിൽ അവൻ ഏറ്റവും ദേഷ്യമുള്ളത് അവനെ തന്നെ ആയിരിക്കും. അവൻ്റെ അവസ്ഥ ജനങ്ങളെ അവസ്ഥ അറിയുന്നതിനേക്കാൾ നന്നായിട്ടറിയാം. നീ ജനങ്ങളടുത്ത് 2-3 തിന്മകളാണ് കാണുന്നതെങ്കിൽ നിൻ്റെ അടുത്ത് എത്ര തിന്മ കാണുന്നുണ്ട്. ആൾക്കാരുടെ അടുത്തുള്ള അള്ളാഹു അവരുടെ മറ നീക്കിയപ്പോൾ നീ കണ്ട 1-2 തെറ്റേ ഉള്ളൂ. പക്ഷെ നിൻ്റെ അടുത്ത് അള്ളാഹു മാത്രം അറിയുന്ന അവർക്കാർക്കും അറിയാത്ത എത്ര വലിയ തെറ്റുകളുണ്ട്. പക്ഷേ നിനക്ക് ആരോടെ ദേഷ്യമില്ല. അവനോട് നീ എത്ര പെട്ടെന്ന് ദേഷ്യം കാണിക്കുന്നു, പക്ഷെ നിന്നോട് എത്ര ദേഷ്യമുണ്ട്. എൻ്റെ സ്വന്തം നഫ്സിനോട്. അതിൻ്റെ സ്ഥിതി എന്താണ്? ആളുകളുടെ മുൻപിൽ എന്തൊരു ഭംഗിയിലാണ് നിൽക്കുന്നത്. മുൻഗാമികൾ ചിലർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അവർ പറഞ്ഞത് അവരുടെ വിനയത്തോടു കൂടിയാണ്. നമ്മുടെ കാര്യം എന്താണ്? അവർ പറഞ്ഞു, തിന്മകൾക്കെങ്ങാനും ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന വൃത്തികെട്ട ദുർഗന്ധം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരാൾ അടുത്ത് വന്നിരിക്കുമായിരുന്നില്ല. ദുർഗന്ധം കാരണം മനുഷ്യന്മാർക്ക് അടുത്തെടുത്ത് ഇരിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അതുപോലെ തന്നെ
ഇമാമിങ്ങൾ പറഞ്ഞേക്ക് ലൗ തഅലമൂന മാ അലമു മിൻ നഫ്സി ലഹസൗതും അലയ്യ തുറാബ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ നേരെ മണ്ണ് വാരി എറിയുമായിരുന്നു. നിങ്ങളൊരിക്കലും എൻ്റെ സദസ്സിൽ വന്നിരിക്കുമായിരുന്നില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ ശത്രാണ്, അള്ളാഹു മറച്ചു വെച്ചു എന്നുള്ളതാണ്. നീങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ദുആ ചെയ്യുന്നത് പോലെ അള്ളാഹുമ്മ ആമിന റവാഅത്തി ഇസ്തുർ ഔറാത്തി, അള്ളാഹു എൻ്റെ ഭയപ്പാടുകൾ നീ നീക്കണേ, എൻ്റെ ന്യൂനതകൾ നീ മറച്ചു പിടിക്കണേ. അതുകൊണ്ട് സാലിഹീങ്ങൾ പലപ്പോഴായി സദസ്സുകളിൽ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് അവരെക്കുറിച്ച് പറയപ്പെട്ടേക്കണം. അവർ ചർച്ച ചെയ്തതാണ് ഏറ്റവും വലിയ നിഅമത്ത് ഏതാണ്, അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്തത്. അപ്പോൾ അവരിൽ ചിലർ, അവരെല്ലാവരും കൂടി അവസാനം ഏകോപിച്ച കാര്യമാണത്രേ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹു നമുക്ക് നിശ്ചയിച്ചെന്ന മറയാണ്, ശത്രാണ്. കരുത് നീങ്ങിക്കഴിഞ്ഞാൽ നീങ്ങിയ ആൾക്കാർ അവസ്ഥകൾ ആലോചിച്ച് നോക്കി, അവരനുഭവിക്കുന്ന പ്രയാസം എല്ലാ ഇതും പോയി. ഇതിവിടെ നിന്ന് നീങ്ങുന്ന ഒരു ഭാഗത്ത്, പരലോകത്ത് നീങ്ങിയാലോ ഇത്രയും കണ്ട മനുഷ്യന്മാരെ മുന്നിൽ വെച്ചിട്ട് അള്ളാഹു മറയെടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ധാരാളം സലഫുകൾ മുൻഗാമികൾ നൽകിയ ഉപദേശത്തിൽപ്പെട്ടത് മൻ അസ്ലഹ ശരീറത്തഹു അസ്ലഹ അല്ലാഹു അലാ നിയതഹു. നമ്മൾ നേരെ തിരിച്ചാണ്, ആരെങ്കിലും അവൻ്റെ രഹസ്യം നന്നാക്കിയാൽ അള്ളാഹു അവൻ്റെ പരസ്യം നന്നായി കൊടുക്കുന്നതാണ്. പക്ഷെ ആൾക്കാർ പലപ്പോഴും നമ്മളെ പരസ്യത്തെക്കുറിച്ച് നമുക്ക് എത്ര ഗൗരവമുണ്ട്. അതുകൊണ്ടാണ് കവികൾ പറഞ്ഞത് ഇതാ ഖലൗത ഫലാ തഖുൽ ഖലൗതു. നീ ഒറ്റക്കായി കഴിഞ്ഞാൽ നീ പറയരുത് നീ ഒറ്റക്കാണെന്ന് പറയരുത്. അള്ളാഹു നിൻ്റെ ഒപ്പമുണ്ട്, നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആരാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? അള്ളാഹു ഖുർആനിൽ പറയും യസ്തഖ്ഫൂന മിനൻ നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. അവർ യസ്തഖ്ഫൂന മിനൻ നാസ്, ജനങ്ങൾ കാണുന്നത് എത്ര പേടിയോടുകൂടിയാണ് അവർ ശ്രദ്ധിക്കുന്നത്. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, പക്ഷെ അള്ളാഹുവിൽ നിന്നൊരു മറ സ്വീകരിക്കുന്നേ ഇല്ല. അള്ളാഹു കാണുന്നുണ്ട് എന്ന കാര്യം അവരെ യാതൊരു നിലക്കും ഭയപ്പെടുത്തുന്നില്ല. മുൻഗാമികൾ പറഞ്ഞ പോലെ ലാ തജ്അൽ അല്ലാഹ അഹ്വന നാദിരീന ഇലൈക്. ജനങ്ങൾ നോക്കുന്നത് കാണുമ്പോൾ നിനക്ക് എത്ര വലിയ പ്രയാസമുണ്ട്, പക്ഷെ വലാ തജ്അലില്ലാഹ അഹ്വന നാദിരീന ഇലൈക്. നിന്നെ നോക്കുന്നവരിൽ ഏറ്റവും വിലയില്ലാത്തവനെ നീ അള്ളാഹുവിനെ മാറ്റരുത്. അള്ളാഹു നോക്കുന്നത് എനിക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷെ ജനങ്ങളിൽ നീ ചിലപ്പോൾ കാര്യം ഗൗരവം കൊടുക്കാത്തൊരു മനുഷ്യരുണ്ടെങ്കിൽ പോലും നീ ചെയ്യാത്ത എത്ര തിന്മകൾ, നീ അത്ര കാര്യമായി എടുക്കാത്തൊരാൾ അയാൾ നിൻ്റെ അടുത്തുണ്ടെങ്കിൽ പോലും നീ ചെയ്യാത്ത എത്ര കാര്യങ്ങളുണ്ട്. നീ ഒറ്റയ്ക്ക് ആയി കഴിഞ്ഞാൽ എനിക്ക് യാതൊരു പ്രയാസമില്ല. എന്നാൽ നിന്നെക്കാൾ വലിയൊരു സ്ഥാനമുള്ളൊരു മനുഷ്യനെത്തിയാലോ നീ എത്ര ശ്രദ്ധയിലാണ്. പക്ഷെ അള്ളാഹ് നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യം. റബ്ബേ സുബ്ഹാനല്ലാഹ്. തഅമുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസക്കും. ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ വിസ്മരിക്കുകയും ചെയ്യുകയാണോ? അള്ളാഹു ചോദിച്ചത് യഹൂദരോടാണെങ്കിലും ചോദ്യം എല്ലാ ആളുകൾക്കും ബാധകമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ഇദ്ദത്തു സാബിരീൻ എന്ന കിതാബിൽ ഇതിൻ്റെ ആമുഖത്തിൽ, കിതാബ് മനോഹരമായ കിതാബാണ്. അതുപോലൊരു കിതാബ് ആ വിഷയത്തിൽ വേറെ എഴുതപ്പെട്ടിട്ടില്ല, അങ്ങനത്തെ കിതാബാണ്. ആ കിതാബിൻ്റെ ആമുഖത്തിൽ ഈ പുസ്തകം സബറിനെ കുറിച്ചും ശുക്രിനെ കുറിച്ചും ഒക്കെയാണ് എന്ന് വിശദീകരിച്ച കിതാബിൻ്റെ ആമുഖത്തിൻ്റെ അവസാനത്തിൽ ഇബ്നുൽ ഖയ്യിം പറഞ്ഞ ചില വാക്കുകളുണ്ട്. അദ്ദേഹം പറഞ്ഞു ഈ കിതാബ് വളരെ ഉപകാരപ്രദമായ പുസ്തകമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വമഅ ഹാദാ ഫഹുവ ജുഹ്ദുൽ മുഖിൽ വഖുദ്റത്തുൽ മുഫ്ലിസ്. ഒക്കെ ആണെങ്കിൽ പോലും ഈ കിതാബ് ജുഹ്ദുൽ മുഖിൽ, ധാരാളം പണിയാണ്. വഖുദ്റത്തുൽ മുഫ്ലിസ്, പാപ്പരായ ഒരുത്തൻ്റെ കഴിവിൽപ്പെട്ട ചിലതാണ്. ഹദ്ദറ ഫീഹി മിനദ്ദാഇ വഇൻ കാന മിൻ അഹ്ലിഹി. ഈ കിതാബിൽ രോഗത്തിൽ നിന്നുള്ള താക്കീതുകളൊക്കെ ഉണ്ട്, പക്ഷേ എഴുതിയവൻ ആ രോഗത്തിൽ തന്നെയാണ്. നമുക്ക് അവർ വിനയം നോക്കും. ഹദ്ദറ ഫീഹി മിനദ്ദാ, കിതാബ് പല രോഗങ്ങളെക്കുറിച്ച് താക്കീത് ചെയ്യുന്നുണ്ട്, പക്ഷേ എഴുതിയ ആൾ ഈ രോഗത്തിൽ തന്നെയാണ്. വവസഫ ഫീഹി ദവാ വഇൻ ലം യസ്ബിർ അലാ തനാവുലിഹി ലിദുൽമിഹി വജഹ്ലിഹി. ഇതിൽ മരുന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷേ രോഗി ഇത് എഴുതിയ ആൾ, മരുന്ന് പറഞ്ഞു കൊടുത്ത ആൾ അവൻ്റെ വിവരക്കേട് കൊണ്ടും അതിക്രമം കൊണ്ടും ഇത് കഴിക്കാനുള്ള ക്ഷമ കാണിച്ചിട്ടില്ല. നമ്മളിതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷേ അവനവൻ്റെ വിവരക്കേടും അവനവൻ്റെ അതിക്രമവും കാരണം
രോഗി പറഞ്ഞു കൊടുത്ത ആൾ തിന്നാൻ ഇത് ഭക്ഷിക്കാൻ തയ്യാറായിട്ടില്ല. وهو يرجو أكرم الأكرمين وأرحم الراحمين أن يغفر له غشه لنفسه بنصيحة عباده المؤمنين. أكرم الأكرمين يا أرحم الراحمين يا رب. ഈ മനുഷ്യൻ ത്തിൻ്റെ പേരിൽ ഈ ചെയ്ത കുറവുകളൊക്കെ പുറത്തു നൽകുമെന്ന പ്രതീക്ഷയിലാണ് അയാളുള്ളത്. ഇതാണ് മനുഷ്യന്മാരുടെ അവസ്ഥ. നമ്മളെ അവസ്ഥ അതാണ്. ഒരു സഹോദരങ്ങളെ നന്മ നിസ്സാരമായി കാണരുത്. നസീഹത്ത് കാത്തു സൂക്ഷിക്കുക. നന്മകളിൽ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്നതിൽ. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നറിയില്ല. തിന്മകൾ അങ്ങനെയാണ് പിടികൂടുന്നത്. എന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല, അകന്ന് നിൽക്കാൻ സാധിക്കുന്നില്ല. നമുക്ക് തന്നെ അറിയാം ഇത് അപകടമാണ്. എന്തൊരവസ്ഥ. നമുക്ക് തിന്മ അപകടമാണെന്ന് നമുക്ക് തന്നെ അറിയാം. മരണം അടുത്ത് തന്നെ ഉണ്ട് നമുക്കറിയാം. തൊട്ടു മുന്നിൽ തന്നെ ചിലപ്പോൾ അതുണ്ടായിരിക്കും. ഇതൊക്കെ നമുക്കറിയാം. പരലോകമുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്, ഇതൊക്കെ അറിയാം. പക്ഷേ സുബ്ഹാനല്ലാഹ്, മനുഷ്യന് മനസ്സ് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. തിന്മകളൊന്നും പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല. അവനവനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ അഫു അല്ലാതെ, അള്ളാഹുവിൻ്റെ റഹ്മത്തല്ലാതെ വേറൊന്നൊരു മനുഷ്യന് പ്രതീക്ഷ വെക്കാനില്ല. അവനവൻ്റെ കുറ്റങ്ങൾ ഏറ്റുപറയുക, തൗബയുടെ വാതിൽ തുറന്നെടുക്കാൻ. അപ്പം ഇതാണ് ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അതോടൊപ്പം സാന്ദർഭ്യം ഓർമ്മപ്പെടുത്തട്ടെ സഹോദരങ്ങളിൽ, മനുഷ്യൻ്റെ മേൽ രണ്ട് ബാധ്യതകളുണ്ട്. ഒന്ന് അവൻ നന്മ ചെയ്യാന്നുള്ളതും മറ്റൊന്ന് അവൻ മറ്റുള്ളവരോട് നന്മ കൽപ്പിക്കുക എന്നുള്ളതാണ്. നീ നന്മ ചെയ്യുക, നിൻ്റെ സ്വന്തം നന്നാക്കുക എന്നുള്ളത് നിൻ്റെ മേൽ ബാധ്യതയാണ്. അള്ളാഹ് ബാധ്യതയാക്കിയ കാര്യം. നാട്ടുകാരോട് നന്മ കൽപ്പിക്കുക എന്നുള്ളതും നിനക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അതും അള്ളാഹു നിൻ്റെ മേൽ നിർബന്ധമാക്കിയ കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് അവൻ ഇത് രണ്ടും ചെയ്യുമ്പോഴാണ്. നന്മ ചെയ്യുകയും ചെയ്യുന്നു, സ്വന്തം ജീവിതത്തിലും നന്മ പാലിക്കുന്നു, നാട്ടുകാരോട് കൽപ്പിക്കുകയും ചെയ്യുന്നു. അതിലാണ് പൂർണ്ണതയുള്ളത്. ഇതിലേതെങ്കിലും ഒന്ന് ഒരാൾ ഉപേക്ഷിച്ചാൽ മറ്റേത് അവൻ്റെ മേൽ നിന്ന് ഒഴിവാവില്ല. ഒരാൾ നന്മ ചെയ്യുന്ന ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കട്ടെ, അതുകൊണ്ട് എന്നാൽ പിന്നെ നന്മ കൽപ്പിക്കുന്നത് അവൻ്റെ മേൽ നിന്ന് ഒഴിവാവില്ല. രണ്ടും അവൻ്റെ മേൽ ബാധ്യതയുണ്ട്. അജീബായ കാര്യങ്ങൾപ്പെട്ട അലമാക്കൾ ചില പറഞ്ഞ് കേട്ട അത്ഭുതമുള്ള കാര്യങ്ങൾപ്പെട്ടത് മനുഷ്യർ രണ്ടാൾക്കാർ കണ്ടുപിടിക്കാൻ നേരിക്കാം, മദ്യപിക്കാൻ നേരിക്കാം. അവർ മദ്യപിക്കുന്ന ആ സന്ദർഭത്തിൽ തൻ്റെ ഒപ്പം ഇരുന്ന് മദ്യപിക്കുന്നവനോട് നീ മദ്യപിക്കരുത് എന്ന് പറയൽ അവരുടെ രണ്ടുപേരുടെയും മേൽ നിർബന്ധമാണ്. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന് വേറെ ശിക്ഷ ഉണ്ട്. മദ്യപിച്ചതിൻ്റെ ഒപ്പം മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ പോലും തൻ്റെ മുന്നിൽ വെച്ചാൽ മദ്യപിക്കുന്നവന് മദ്യപിക്കരുത് എന്ന് പറയൽ അവൻ്റെ മേൽ നിർബന്ധമാണ്. അത് അമ്രു ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ വേറെ തന്നെ വാജിബാണ്. നീ ചെയ്താലും ഇല്ലെങ്കിലും നിൻ്റെ മേലെ നിർബന്ധമായി വരുന്ന സാഹചര്യം ഉണ്ടായാൽ കൽപ്പിക്കൽ നിർബന്ധമാണ്. കാരണം ജനങ്ങൾ കൽപ്പിച്ചിട്ടില്ലെങ്കിൽ ആൾക്കാർ കൽപ്പിക്കാനുണ്ടാവില്ല. നബിമാർക്ക് മാത്രമേ നന്മ കൽപ്പിക്കാൻ തിന്മ വിരോധിക്കാനും പറ്റുള്ളൂ. ഈ പറഞ്ഞത് ഒരിക്കലും ജീവിതത്തിൽ നന്മ ഉപേക്ഷിക്കാനുള്ള ന്യായമല്ല. ചില ആൾക്കാർ അങ്ങനെ മനസ്സിലാക്കിയത്. നേരത്തെ പറഞ്ഞതുപോലെ രണ്ടും വാജിബാണ്. നീ ജീവിതത്തിൽ പാലിക്കലും വാജിബാണ്, മറ്റുള്ളവരോട് കൽപ്പിക്കലും വാജിബാണ്. നീ ജീവിതത്തിൽ പാലിച്ചില്ല എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവരോട് കൽപ്പിക്കുന്നതിൻ്റെ മേൽ ഒഴിവാവില്ല. നീ ജീവിതത്തിൽ പാലിച്ചിട്ടില്ലെങ്കിൽ കൽപ്പിക്കണം. ഒന്ന്. രണ്ട്, പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം സഹോദരങ്ങൾ, ചിലപ്പോൾ ഇഖ്ലാസോടുകൂടി മറ്റൊരുത്തനെ ആ നന്മ ചെയ്യാൻ കൽപ്പിക്കുന്നത് കൊണ്ട് അള്ളാഹു ചിലപ്പോൾ നിനക്ക് എന്ത് ചെയ്തേക്കാം, ആ നന്മ തുറന്നു തന്നേക്കാം. അതല്ലെങ്കിൽ നീ ഉപേക്ഷിക്കാൻ പ്രയാസപ്പെടുന്ന തിന്മ ഉപേക്ഷിക്കാൻ അള്ളാഹു നിന്നെ സഹായിച്ചേക്കാം. ഇപ്പം ചിലപ്പോൾ ഒരു തിന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് ആ തിന്മയിൽ നിന്ന് മറ്റുള്ളവരെ നീ വിലക്കിയാൽ ചിലപ്പോൾ ആ നന്മ കാരണത്താൽ പലപ്പോഴും ആളുകൾക്ക് ഈ തിന്മ ഉപേക്ഷിക്കാൻ ഇത് കാരണമുണ്ട്. വേറെ ആൾക്കാരോട് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് പല മുൻഗാമികൾ പലരും പറഞ്ഞേക്കാണ് അവരുടെ ഖുത്ബകൾ, അവരുടെ വാദുകൾ അവർ പലപ്പോഴും നടത്തിയിരുന്നത് അവനവനുള്ള ഉപദേശമായിട്ടായിരുന്നു. സ്വന്തത്തോടെ ആയിരുന്നു അവർ പറഞ്ഞിരുന്നത്. അവർ ആ പറയുന്ന സമയത്തൊക്കെ നീ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്ന അവനവനെ തന്നെയായിരുന്നു, വേറെ ആരെയിരുന്നില്ല. അപ്പം അവനവനെ ഉപദേശിക്കുന്നതിൻ്റെ ഭാഗമാണ്. വേറൊരുത്തരോട് നന്മ കൽപ്പിക്കുമ്പോൾ അത് സഹോദര നന്മ അതിലേക്ക് നടക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. നിൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നീ എന്ത് ചെയ്യരുത്, നന്മ കൽപ്പിക്കാതിരിക്കരുത്, തിന്മ വിരോധിക്കാതിരിക്കരുത്. ചിലപ്പോൾ അങ്ങനെ ജനങ്ങളെ അള്ളാഹുവിന് വേണ്ടി, വേറെ കാര്യത്തിൽ ലക്ഷ്യത്തിനുമല്ല, അള്ളാഹുവിന് വേണ്ടി മറ്റൊരുത്തനെ ഒരു തിന്മയിൽ നിന്ന് വിലക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നീ ആ തിന്മയിൽ രക്ഷപ്പെട്ടു പോയേക്കാം. ഇത് ആളുകൾ പലരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്.
എത്രയോ ആളുകൾക്ക് അൽഹംദുലില്ലാഹ് അങ്ങനെ തിന്മ ഉപേക്ഷിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്തിട്ടുണ്ട്. തിന്മ വിലക്കിയത് കാരണത്താൽ, വേറുള്ള ആൾക്കാരോട് പറഞ്ഞ കാരണം. ചിലപ്പോൾ അവൻ്റെ മനസ്സിനെ അവനോട് പിന്നെ പറയും, നീ ഇത് ആൾക്കാരോട് പറയുന്നില്ലേ, എൻ്റെ ജീവിതത്തിൽ ഇത് വേണ്ടതില്ല. അവൻ്റെ മനസ്സ് അവനെ എറ്റാബ് ചെയ്തുകൊണ്ടേ ഇരിക്കും. കാരണം മനുഷ്യർക്ക് പൊതുവേ മറ്റുള്ളവനോട് പറഞ്ഞ കാര്യം അവനവൻ്റെ ജീവിതത്തിലില്ലെങ്കിൽ അവനവന് തന്നെ പ്രയാസമായിരിക്കും, അത് സ്വയം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ബുദ്ധിമുട്ട് ചിലപ്പോൾ അവൻ കാലങ്ങളായി ഉപേക്ഷിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചേക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലേ, സിഗരറ്റ് ഉപേക്ഷിക്കാൻ ഒരു നിലക്കും പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ചിലപ്പോൾ മക്കൾ സിഗരറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയത് കണ്ടാൽ സ്റ്റോപ്പ് ചെയ്യും, മക്കളെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട്. അത്രയും കാലം അവന് ചിലപ്പോൾ അത് ഭയങ്കര പ്രയാസമായിരിക്കും. പക്ഷേ തൻ്റെ കുട്ടിയെ ഉപദേശിക്കുക എന്ന ലക്ഷ്യത്തിന് ചില ആൾക്കാർക്ക് എന്തൊക്കെ പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ പറ്റാത്ത ആൾക്കാർ ഈ കാരണം കൊണ്ട് ഉപേക്ഷിച്ചതാണ്. ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച കാര്യം മറ്റുള്ളവരെ ഉപദേശിക്കാൻ തുനിഞ്ഞപ്പോൾ അള്ളാഹു അവന് എളുപ്പം നൽകിയത് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ ഇത് ശ്രദ്ധിക്കണം. ഒന്ന് മാത്രമല്ല, നിൻ്റെ നസീഹത്ത് മറ്റുള്ളവർ സ്വീകരിക്കണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നിന്ന് പാലിക്കാതെ ആൾക്കാർ സ്വീകരിക്കില്ല. കാരണം ജനങ്ങൾ വാക്കുകളേക്കാൾ കൂടുതൽ പഠിക്കുക പ്രവർത്തനങ്ങളിൽ നിന്നാണ്. വാക്കുകളേക്കാൾ കൂടുതൽ ആളുകൾ പഠിക്കുക പ്രവൃത്തിയിൽ നിന്നാണ്. പ്രവൃത്തിയിൽ നിന്ന് മാതൃകയാക്കൽ എളുപ്പമാണ്. നമ്മൾ കുറേ നേരം നല്ല സ്വഭാവത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ നിസ്കാരത്തെക്കുറിച്ചിട്ടോ സുന്നത്തിനെക്കുറിച്ചോ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ എളുപ്പമാണ് നല്ല നിസ്കരിച്ച് കാണിച്ചു കൊടുക്കുന്നത്. അതിൽ നിന്ന് ആളുകൾ പകർത്തുന്നത് കുട്ടികളോട് തന്നെ നോക്കി. നിങ്ങൾ ചെറിയ മക്കൾ അവരോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടാണോ ഒരു ചെറിയ മക്കൾ നമ്മൾ നിസ്കാരം കണ്ടിട്ട് അതേപോലെ നിസ്കരിക്കുന്നത്? അല്ല, പലപ്പോഴും പറച്ചിൽ തന്നെ ഉണ്ടാവില്ല. ചെറിയ പ്രായത്തിൽ നിസ്കരിക്കാൻ തന്നെ പറഞ്ഞിട്ടുണ്ടാവില്ല ഒരിക്കൽ പോലും. പക്ഷേ ആ കുട്ടി അടുത്ത് നിസ്കരിക്കും. കാരണം പലതവണ ആവർത്തി നിസ്കരിക്കുന്നത് കാണുമ്പോൾ ആ കുട്ടി നിസ്കരിക്കും. കാരണം പ്രവൃത്തി അനുകരിക്കുക എന്നത് വളരെ പെട്ടെന്ന് സംഭവിക്കും. അതുകൊണ്ടാണ് ഹദീസിൽ ചില അഭിപ്രായ വ്യത്യാസമുണ്ട്, സഹീഹാണോ അല്ല എന്നതിൽ. ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെടുകയും ഉംറ ചെയ്യാതെ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ഹുദൈബിയയിൽ വെച്ച് തല വടിക്കാൻ വേണ്ടി സഹാബികൾക്ക് കൽപ്പന കൊടുക്കുന്നത്. ഉംറ ചെയ്തിട്ടില്ല, അവർ ഉംറ എന്നുള്ള പ്രതീക്ഷയിൽ വന്ന ആൾക്കാരാണ്. അവർ ഉംറ ചെയ്യാതെയാണ് ഈ തിരിച്ചു പോകുന്നത്. ഉംറ കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യമാണ് തല വടിക്കുക എന്നുള്ളത്. അപ്പം അവരോടത് പറഞ്ഞപ്പോൾ അവർക്കിത് ചെയ്യാൻ പ്രയാസമായി. സഹാബികളിൽ ആരും അനങ്ങില്ല. ഹദീസിൻ്റെ സനദിൽ ചില വ്യത്യാസമുണ്ട്, പറഞ്ഞതിൻ്റെ ഫായിദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. അവിടുന്ന് തൻ്റെ കൂടാരത്തിലേക്ക് തിരിച്ചുപോയി ഉമ്മുഹാനിൻ്റെ അടുത്ത്. അപ്പം അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് പോയിട്ട് അവരുടെ മുൻപിൽ വെച്ച് തലമുണ്ടനം ചെയ്യുക. അത് പറയേണ്ടതില്ല, തലമുണ്ടനം ചെയ്യുക, അവർ അങ്ങനെ അനുസരിക്കുന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് മുടി അടിക്കുന്ന ആളോട് പഠിക്കാൻ പറഞ്ഞു. അവിടുന്ന് മുടി എടുക്കുന്നത് കണ്ടപ്പോൾ അവർ ഓരോരുത്തരായി എഴുന്നേറ്റ് വന്ന് മുടിയെടുക്കാൻ പറ്റും. പ്രവൃത്തി പിൻപറ്റാൻ കുറച്ചുകൂടി എളുപ്പമാണ്. കുട്ടികളുടെ കാര്യത്തിലൊക്കെ നമുക്കിത് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ കുട്ടികൾ 100 തവണ ഉപദേശിക്കുന്നതിനേക്കാൾ ഗൗരവപ്പെട്ടതാണ് നമ്മളതുപോലെ ജീവിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിൽ അവരോട് നന്മ കൽപ്പിക്കുക, അവർ സ്വീകരിക്കാനുള്ള ഏറ്റവും നല്ല വഴികളിലൊന്ന് നീ അങ്ങനെ ആവുക എന്നുള്ളതാണ്. കുട്ടികൾ വേഗം മാതൃകയാക്കും. പ്രത്യേകിച്ച് നല്ല സ്വഭാവങ്ങൾ കുട്ടികൾ പെട്ടെന്ന് മാതൃകയാക്കും. കളവ് പറയാതിരിക്കുക, തമാശക്ക് പോലും കളവ് പറയാതിരിക്കുക, സദഖ നൽകുക, മറ്റുള്ളവരെ സഹായിക്കുന്നത്, നിസ്കരിക്കുന്നത്, അള്ളാഹുവിനെ പേടിക്കുന്നത്, റബ്ബിനെ കുറിച്ചുള്ള സംസാരം, ദീൻ്റെ സംസാരങ്ങൾ കേൾക്കുക. നിൻ്റെ അടുത്തുനിന്ന് കുട്ടികൾ കണ്ടാൽ അവരത് പാലിക്കും. അവർക്കത് കൂടുതൽ എളുപ്പമായിരിക്കും പാലിക്കാൻ. അതുകൊണ്ട് നന്മ എന്ന ഓർമ്മപ്പെടുത്തൽ ഈ ആയത്തിലുണ്ട്. وهذا والله تعالى أعلم الصواب. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم.